ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനാ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചിട്ടാണ്. അവരുടെ Q1 റിസൾട്ട്സ് ഈയിടെയായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും ഒന്നും കൂടെ മോശമായിട്ടാണ് Q1 റിസൾട്ട്സ് വന്നത്. തൊട്ട് മുന്നത്തെ കോൺകോൾ, അതായത് FY25 Q4ൻ്റെ കോൺകോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് നമുക്ക് തോന്നുന്ന ഫീൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വാർട്ടർ, അതായത് Q1 കാര്യങ്ങളൊന്നും കൂടെ ഭേദപ്പെടും, ഒന്നും കൂടെ മെച്ചപ്പെടും എന്നുള്ളൊരു ഫീലിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാർട്ടർ ആയിരിക്കും ഈ പ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്താ പ്രശ്നം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ലിപ്പേജസ് കൂടി. അപ്പോൾ സ്ലിപ്പേജസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? സ്ലിപ്പേജസ് എന്ന് പറയുന്നത് എന്താ? സ്ലിപ്പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ EMI അടവ് തെറ്റിപ്പോകുന്ന ആ ഒരു പ്രശ്നം. ആൾക്കാർക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ സ്ലിപ്പേജസ് വന്നു, അല്ലെ? സ്ലിപ്പേജസ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ സ്ലിപ്പേജസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം കൂടുതലായിട്ട് പ്രൊവിഷൻസ് ചെയ്യേണ്ടി വരും. RBIയുടെ റൂൾ പ്രകാരം ഈ ഫൈനാൻഷ്യൽ കമ്പനികൾ എന്ത് ചെയ്യേണ്ടി വരും? ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, തത്തുല്യമായിട്ടുള്ള പൈസ കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സംഭവത്തിനെ നമ്മൾ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ ചില കമ്പനികൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ബാങ്കുകൾക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തിന് വരെ അവരെന്ത് ചെയ്യും? മുൻകൂട്ടി തന്നെ പ്രൊവിഷൻസ് മാറ്റിവെക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സംഭവമാണ്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണല്ലോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ കുറച്ചും കൂടെ മോശമാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലും പലരും ഇതിനെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഭാവിയിൽ എന്തായാലും അത്ര മോശമായിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആവാനുള്ള ചാൻസസ് ആണ് ഇനി വരുംതോറും ഉണ്ടാവാൻ പോകുന്നത്. കാര്യം ബാക്കിയുള്ള എല്ലാ കമ്പനികളും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെല്ലാം തന്നെ ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്കിനെല്ലാം തന്നെ അവരുടെ ലോൺ ബുക്കിൽ മൈക്രോ ഫിനാൻസിന് കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ജനാ സ്മോൾ ഫിനാൻസ് ബാങ്കിനും ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നല്ല രീതിയിൽ എക്സ്പോസർ ഉണ്ട്. പക്ഷേ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? ആ ഒരു മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള എക്സ്പോസർ അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഗോൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബാങ്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അവരതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് RBIക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള അവരുടെ എക്സ്പോസർ കുറച്ചിട്ട് കൂടുതലും സെക്യൂർഡ് ആയിട്ടുള്ള കാറ്റഗറിയിലോട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അവരത് കൂടുതൽ സെക്യൂർഡ് കാറ്റഗറിയിലോട്ട് അവരുടെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ മൈക്രോ ഫിനാൻസ് ലോൺ? മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ, പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അന്നന്നത്തെ കൂലിപ്പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കട, അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് അങ്ങനെ പോകുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ലോൺ കൊടുക്കും, അല്ലെ? സ്മോൾ ടിക്കറ്റ് സൈസിൻ്റെ, അതായത് ചെറിയ ലോൺ മാത്രമേ കൊടുക്കുള്ളൂ, ഹ്യൂജ് എമൗണ്ട് ഒന്നും കൊടുക്കില്ല. ഈ ലോണ് തന്നെ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇവർക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി കൊടുക്കുള്ളൂ. ഒരു 1-1.5 വർഷം അല്ലെങ്കിൽ 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇവർ ഈ എടുത്തേക്കുന്ന എമൗണ്ട് കംപ്ലീറ്റ് തിരിച്ചടയ്ക്കണം വിത്ത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. കാരണം ഇത് അൺസെക്യൂർഡ് ആണ്. കാര്യമായിട്ടുള്ള ഈടൊന്നും നൽകാതെയാണ് ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ലോണുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? ഹൈ ഈൽഡ്, അല്ലെ? ഹൈ ഈൽഡ് എന്ന് പറയുമ്പോൾ കൂടുതൽ വരുമാനമാണ് ഇവർക്ക് കിട്ടുന്നത്. കാരണം അൺസെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ ഇവർ 15%, 20%, 25% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൈക്രോ ഫിനാൻസ് ലോണിന്. അപ്പോൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും ബാങ്കിന് അല്ലെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് കൂടും. സാധാരണ സെക്യൂർഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഇത്രയ്ക്ക് കിട്ടില്ല, അല്ലേ? 8, 10, 12 ആ ഒരു റേഞ്ചിൽ മാത്രമേ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ മൈക്രോ ഫിനാൻസ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്ലിക്കൽ ആയിട്ടുള്ള സെക്ടറാണ്. ഇപ്പം അതിൻ്റെ ഡൗൺ ട്രെൻഡ് ജസ്റ്റ് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഭയങ്കര മോശമായിരുന്നു കണ്ടീഷൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, അവർക്ക് ജോലിയില്ല. പണ്ട് ആൾക്കാർക്ക് ഡെയിലി ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് കുറഞ്ഞു, അവരുടെ വരുമാനം കുറഞ്ഞു, അവരുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നന്നത്തെ കാര്യം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എടുത്തേക്കുന്ന ലോണൊന്നും കറക്റ്റ് സമയത്ത് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആളുകൾ മാറി. അപ്പോൾ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ബാങ്കിനും പ്രശ്നമാണത്. ആൾക്കാർ കൃത്യമായിട്ട് EMI അടച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ കൃത്യമായിട്ട് ആ ലോൺ റീപേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? പ്രൊവിഷൻസ് കൊടുക്കേണ്ടി വരും. ഇതാരുടെ റൂളാണ്? RBIയുടെ റൂളാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? എത്രയാണോ ഇവരുടെ ആ ഒരു ബാഡ് ലോൺ, ആ ലോണിന് തത്തുല്യമായിട്ടുള്ള എമൗണ്ട് ഇവരെന്ത് ചെയ്യേണ്ടി വരും? ഇവർ പ്രൊവിഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാങ്കുകൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അവർക്കൊരു പൈസ കിട്ടില്ല, ആ ഒരു പൈസ മുടങ്ങുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു സ്ലിപ്പേജസ് വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ ഇവരെന്ത് ചെയ്യും? പൈസ കെട്ടിവെക്കും, പ്രൊവിഷൻസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള നമ്മുടെ മൈക്രോ ഫിനാൻസിലെ ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണും
അർമാനും. അപ്പോൾ ഇതിൽ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണിൻ്റെ 100% ലോൺ ബുക്കും മൈക്രോ ഫിനാൻസ് സെക്ടറിലാണ്. നമ്മളെ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പോലെയല്ല, അവരുടെ 100% ലോൺ ബുക്കും എങ്ങനെയാണ് ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറിലാണ്. അർമാനും ഈ ഒരു മൈക്രോ ഫിനാൻസ് മേഖലയിൽ നല്ല രീതിയിലുള്ള എക്സ്പോസർ കാണിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനികളെല്ലാം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം അവരുടെ ആ ഒരു മോശം സിറ്റുവേഷനിൽ നിന്നും കരകയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അർമാൻ ആയിക്കോട്ടെ, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ആയിക്കോട്ടെ, ഇവരുടെ ഒക്കെ ആ ഒരു ഡിസംബർ ക്വാർട്ടറിൽ ഭയങ്കര മോശമായിരുന്നു. ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനായിരുന്നു ഡിസംബർ ക്വാർട്ടർ. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മെല്ലെ 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 റിക്കവർ ചെയ്ത് വരുന്ന സിംറ്റംസ് കാണിച്ചു തുടങ്ങി. അവരുടെ ആ ഒരു കിട്ടാക്കടങ്ങളൊക്കെ മെല്ലെ മെല്ലെ ആൾക്കാർ എന്ത് ചെയ്തു തുടങ്ങി, റീപേ ചെയ്ത് തുടങ്ങി. ആ ഒരു സ്ലിപ്പേജസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ചെറിയൊരു പ്രശ്നം വന്നിരിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ ഒരു ഓർഡിനൻസ് വന്നതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു റിവൈവൽ സിംറ്റംസ് നമ്മുടെ മൈക്രോ ഫിനാൻസ് സെക്ടറിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ആ ഒരു ക്വാർട്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ആയിക്കോട്ടെ, അർമാൻ ആയിക്കോട്ടെ, അവർക്കൊക്കെ നല്ല രീതിയിലുള്ള റിക്കവറി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള പ്രശ്നങ്ങൾ മെല്ലെ 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 റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല, മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. അവരുടെ ഏറ്റവും മോശം കണ്ടീഷൻ കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷെയർ പ്രൈസ് നല്ല രീതിയിൽ ക്യാച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണൊക്കെ എന്ത് ചെയ്തു? ബോട്ടം ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഷെയർ പ്രൈസ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് കഴിഞ്ഞ കോൾ അവർ പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു? അവരുടെ മോശം ഫേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞു അല്ലെ, ഇനി ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥ ഇനി വരാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മോശമായിട്ടാണ് വന്നത് എന്നുള്ളതാണ് ഒരു കുഴപ്പം. അവിടെ സ്ലിപ്പേജസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ആക്സലറേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നു അല്ലേ. അതായത് മുൻകൂട്ടി തന്നെ അവരെന്ത് ചെയ്തു? പ്രൊവിഷൻസ് കൊടുത്തു. അതിൻ്റെ അർത്ഥം ഭാവിയിൽ ഇനി കുറച്ച് മോശമായി കഴിഞ്ഞാലും കമ്പനീനെ കാര്യമായിട്ട് ബാധിക്കില്ല. റിക്കവറി സിംറ്റംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്? നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ എണ്ണം കൂടി, അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അത് കുറഞ്ഞു, സ്ലിപ്പേജസ് കൂടി, ക്രെഡിറ്റ് കോസ്റ്റ് കൂടി. അപ്പോൾ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ, അതായത് സൈക്കിളിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണ് നിലവിൽ നമുക്ക് ജന സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഈ തവണത്തെ അവരുടെ കോൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവരിപ്പോഴും പറയുന്നത് എന്താണ്? അടുത്ത ക്വാർട്ടർ അല്ലേ, അതായത് Q2ലേക്ക് കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അവർ വിചാരിച്ചത് എന്തായിരുന്നു? Q1ലേക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ വിചാരിച്ചതുപോലെ വന്നില്ല. ഒരു ബിസിനസ് അല്ലേ, എപ്പോഴും കറക്റ്റ് നമ്മുടെ പ്രഡിക്ഷൻസ് അതേപോലെ വരണമെന്നില്ല. അപ്പം ബാങ്കിൻ്റെ ഒരു പ്രഡിക്ഷൻ ചെറിയ രീതിയിൽ തെറ്റ് വന്നിട്ടുണ്ട്. കാര്യം അവർ വിചാരിച്ചത് Q1 ആകുമ്പോഴത്തേക്ക് പ്രശ്നം റെഡി ആവുന്നതാണ്. പക്ഷേ ആ ഒരു Q4ൻ്റെ പ്രശ്നങ്ങളുടെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഈ ഒരു Q1ലും ചെറുതായിട്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും അവർ പറയുന്നുണ്ട് അടുത്ത ക്വാർട്ടറിൽ ഇങ്ങനെ ആയിരിക്കില്ല, അടുത്ത ക്വാർട്ടറിൽ എന്തായാലും സ്ഥിതിഗതികൾ ഇമ്പ്രൂവ് ചെയ്യുന്ന തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? നല്ല രീതിയിൽ ഈ പ്രാവശ്യം പ്രൊവിഷൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ അവർ നല്ലൊരു റിസൾട്ട് കാണിക്കും, നല്ലൊരു നമ്പേഴ്സ് അവർ കൊണ്ടുവരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സെക്യൂർഡ് പാർട്ടിൽ കാര്യമായിട്ട് ഒരു കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഈ ഒരു അൺസെക്യൂർഡ് പാർട്ടായിട്ടുള്ള മൈക്രോ ഫിനാൻസ്, അത് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള എല്ലാ ഫൈനാൻഷ്യൽ സെക്ടറിലും ബാക്കിയുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ മൈക്രോ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു കാഠിന്യം, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നാളുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും എന്തുമാത്രമേ ശ്രദ്ധിക്കുള്ളൂ, ഇനി എന്താണ് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കാളും കൂടുതലും ആ ഭാവിയിൽ എന്താണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളും എന്ത് ചെയ്യണം? അങ്ങനെ ഭാവിയിലേക്ക് ഇനി എന്താണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്? നല്ല നാളുകളാണല്ലോ. പിന്നെ അതുമാത്രമല്ല, ഇവർ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ ഒരു അപ്രൂവൽ കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. പിന്നെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ നല്ല രീതിയിൽ ഈ ഒരു ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൽ പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം പിറ്റേ ദിവസം എന്താ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്? 8-9% നമ്മുടെ ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇടിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇടിച്ചിലും
റേഞ്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇവിടെ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്ലേയിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഓരോ ദിവസത്തെയും മൂവ്മെൻറ്റ്സ്, ഓരോ ദിവസത്തെയും പ്രൈസ് മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനി വരാൻ പോകുന്ന ടൈം പീരീഡ് നല്ലതാണ്, എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നല്ല രീതിയിൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രൈസ് ടു ബുക്ക് ആണെങ്കിലും ശരി, പ്രൈസ് ടു സെയിൽസ് ആണെങ്കിലും ശരി, അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. 1.01 1.1 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം വാല്യുവേഷൻസ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് ജന സ്മോൾ ഇരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇവിടുന്ന് ഷൂട്ടപ്പ് ചെയ്യാം. പക്ഷേ മിക്കവാറും അടുത്ത റിസൾട്ടിനോട് അടുപ്പിച്ച് മാത്രമേ ആ ഒരു ഷൂട്ടപ്പ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതിന് മുന്നേ ഒരു ഷൂട്ടപ്പ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മൾ കയറില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർ കയറ്റും. കാരണം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ എന്താ ചെയ്യുക, മാക്സിമം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ ഒരു സ്റ്റേജിൽ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ കുറച്ച് കാലത്തേക്ക് വലിയൊരു മാറ്റം പ്രൈസിൽ പ്രതീക്ഷിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ആ ഒരു റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം ചിലപ്പം ഷെയർ പ്രൈസിൽ വരാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം നല്ലൊരു മൂവ്മെൻറ്റ് ഷെയർ പ്രൈസിൽ വരിക. അപ്പോൾ അടുത്ത റിസൾട്ട് വളരെയധികം ക്രൂഷ്യലാണ്. ചെറിയൊരു രീതിയിൽ നല്ലൊരു പെർഫോമൻസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഷെയർ പ്രൈസ് നന്നായിട്ട് കൂടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.